പോലും ഈ സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു 1 വീക്കിനുള്ളിൽ ആ സാധനം പഴയ കണക്കിനെയാവും. അതുപോലെ തന്നെ നിപ്പിൾസ്, നമ്മുടെ പാല് കൊടുക്കുന്ന ചേച്ചിമാരെ അമ്മമാർക്കൊക്കെ എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിച്ച് നമ്മുടെ നിപ്പിൾസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ക്രാക്ക് ആകും, നമ്മുടെ ചുണ്ടിലൊക്കെ വരുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് വിടും. അപ്പൊ ഇത് നമ്മൾ പിന്നെയും പാല് കുടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് നമുക്ക്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി പാല് കുടിച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആയുർവേദിക് ക്രീം ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ നമുക്ക് ചിലപ്പോൾ പേടിയാണ് എന്തെങ്കിലും ഓയിൽമെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും വെളിച്ചെണ്ണയൊക്കെയാന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു ഈ കാര്യം. ഞാനിപ്പോ ഇതിന്റെ കൂടുതൽ വായിച്ചു നോക്കിയപ്പോഴാണ്. കാരണം ഇത് പണ്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ കവറൊന്നും നമ്മൾ അങ്ങനെ ഇത് വായിച്ചു നോക്കാനോ എടുക്കാനോ നമ്മൾ ഇതായിട്ടില്ല. നമുക്ക് എന്ത് സ്കിൻ പ്രോബ്ലം വന്നാലും നമ്മൾ ഇത് മേടിച്ച് തേക്കുക എന്നുള്ളതാണ്. എന്റെ കുടുംബത്തിൽ എനിക്ക് മറ്റേ ഒരു ചീത്തപ്പേര് വരുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഇത് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ പറയും ബോറോളിൻ തേച്ചോളാൻ. എനിക്കറിയാനൊന്നും പാടില്ല. പക്ഷെ എന്റെ ഒരു വിചാരത്തിൽ പണ്ടേ മനസ്സിൽ പതിഞ്ഞു പോയൊരു സാധനമാണ് എന്ത് സ്കിൻ പ്രോബ്ലമിനും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ഇത് ഞാൻ ജസ്റ്റ് ട്യൂബ് കാണിച്ചു തന്നേക്കാം കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടുണ്ടാ, പൊട്ടിയിരിക്കാന്ന്. ഇവനാണ് നമ്മുടെ, കണ്ടോ മോനെ, ഇതിന്റെ മണം എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറിയാം. എന്നാ ഇഷ്ടം എന്ന് വെച്ചാ വെളിയിൽ ആരോ വന്നെന്ന് തോന്നുന്നു ഗൈസ്. വെയിറ്റ് ചെയ്യൂ, ഇലക്ഷൻ ആയതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കാവേ. പുറത്ത് ആള് വന്നതായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഓൾറെഡി. എന്നാലും ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരും. നമ്മൾ ഞെക്കൊന്നും വേണ്ട. അതൊന്നും ഇങ്ങനെ ഇന്നും ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഇവർ ഫില്ല് ചെയ്ത് വെച്ചേക്കുവാന്ന്. പിന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് ടൈം, അതായത് 3 വർഷമാണ് കേട്ടോ ഇതിന്റെ കാലാവധി. 3 വർഷമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഇതിപ്പോ 2025, അപ്പൊ 2026, 2027, 2028 അത്രയും നാൾ യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞ് ഞാനതൊന്നും നോക്കാറില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒത്തിരി നാൾ മുന്നത്തെ 3 വർഷമൊന്നായി കാണത്തില്ല. ഇതിന്റെ മണം. ഒത്തിരി പേരുടെ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഞാൻ വായിക്കാം, ഓരോരോ കമന്റ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിനകത്ത് ഷർമിള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി പറഞ്ഞിരിക്കുകയാണ്, 5 രൂപയ്ക്ക് 1985 വാങ്ങി തുടങ്ങി ഇപ്പോഴും ഉപയോഗിക്കുന്നു. ആയുർവേദിക് ക്രീം അല്ല, ആന്റിസെപ്റ്റിക് ക്രീം ആണെന്ന്. ചേച്ചി ഇത് ശരിക്കും ആയുർവേദിക് ആന്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീമാണ് ചേച്ചി. നമ്മളത് നോക്കത്തില്ല. ഇപ്പൊ എനിക്കും വലിയ പിടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ് അങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കാരണം എന്റെ ഇതിനകത്ത് ഈ ട്യൂബ് എന്ന് പറയുന്നത് ഇതിന്റെ പച്ച കളർ ഒന്നും ഇല്ല. അവിടെ പച്ച കളറുള്ളൂ. അപ്പൊ എനിക്ക് വായിച്ചു നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചി പറഞ്ഞാൽ സമ്മതിച്ചു. പക്ഷെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വേറെ